ശ്രീ എസ് ജയചന്ദ്രൻ നായർ എഴുതിയ നിഴൽ വീഴാത്ത വെയിൽ തുണ്ടുകൾ എന്ന ചെറിയ കൃതിയാണ് ഇവിടെ അവലോകനം ചെയ്യുന്നത്. കൗമുദി ബാലകൃഷ്ണൻ, കാമ്പിശ്ശേരി, എൻ വി കൃഷ്ണവാര്യർ, എം ടി എന്നീ പത്രാധിപരുടെ നിരയിലേക്ക് കസേര വലിച്ചിട്ട് ഇരിക്കുവാൻ തക്ക വിധത്തിൽ മലയാളത്തിൽ നിന്നുയർന്നു വന്ന പ്രഗത്ഭനായ ഒരു പത്രപ്രവർത്തകനാണ് ശ്രീ എസ് ജയചന്ദ്രൻ നായർ. പിന്നീട് 1961 കൊല്ലത്ത് നിന്ന് പ്രസിദ്ധീകരിച്ച മലയാള നാടിൽ ജോലി എടുത്തുകൊണ്ട് കലാകൗമുദിയുടെ 1975 കലാകൗമുദി വാരിക ആരംഭിച്ചപ്പോൾ ആദ്യം സഹപത്രാധിപരും പിന്നീട് പത്രാധിപരുമായി. 97 ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് ഗ്രൂപ്പിൻ്റെ സമകാലിക മലയാളം വാരികയുടെ പത്രാധിപരുമായിരുന്നു. അപ്പോൾ ഇതിൽ ജയചന്ദ്രൻ നായർ എന്ന ആ ദക്ഷിണാശാലിയായ പത്രപ്രവർത്തകൻ, അനുഭവസമ്പന്നനായ പത്രപ്രവർത്തകൻ, താൻ കണ്ടുമുട്ടിയ, തന്നോടൊപ്പം സഞ്ചരിച്ച, അല്ലെങ്കിൽ തൻ്റെ പത്രപ്രവർത്തന രംഗത്ത് കണ്ടുമുട്ടിയ പ്രഗത്ഭരായ ഒട്ടനവധി വ്യക്തിത്വങ്ങളെ അടുത്തറിഞ്ഞ അതിൻ്റെ ഓർമ്മത്തുണ്ടുകളാണ് ഇതിൽ അവതരിപ്പിക്കുന്നത്. ചെറിയ ചെറിയ ലേഖനങ്ങളായിട്ടാണ് ഇതിൽ അവതരിപ്പിക്കുന്നത്. ഒട്ടനവധി ആളുകളെ, തൻ്റെ കാലഘട്ടത്തിൽ തന്നോടൊപ്പം ജീവിച്ചിരുന്ന ആളുകൾ തന്നെയാണ്. കെ ബാലകൃഷ്ണൻ, അരവിന്ദൻ, നമ്പൂതിരി, പത്മനാഭൻ, EMS, OV വിജയൻ, അടൂർ, TJS ജോർജ്, രവി, ക്യാമറമാൻ ഷാജി, വൈക്കം ചന്ദ്രശേഖരൻ നായർ, ഭാസ്കരൻ മാഷ്, മാധവിക്കുട്ടി, MD, അങ്ങനെ ആ കാലഘട്ടത്തിലെ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള പ്രഗത്ഭരായ സർഗാത്മക സാഹിത്യകാരന്മാരെയും ചിത്രകാരന്മാരെയും ക്യാമറാമാന്മാരെയും ചലച്ചിത്ര സംവിധായകരുമൊക്കെ ഇതിൽ വളരെ ആത്മാർത്ഥമായ സ്വരത്തിൽ അടയാളപ്പെടുത്തിയിരിക്കുകയാണ് ശ്രീ ജയചന്ദ്രൻ നായർ. ഇതിൻ്റെ ആമുഖക്കുറിപ്പിൽ അദ്ദേഹം പറയുന്നത്, ഈ സമാഹാരത്തിലെ ഓർമ്മത്തുണ്ടുകളിലൂടെ ഞാൻ നടത്തുന്നത് എത്രത്തോളം ഫലപ്രദമാണ് അതെന്നോ ചരിത്രത്തിൽ അതിൻ്റെ സ്ഥാനവും പ്രസക്തിയും എന്താണെന്നോ നിശ്ചയിക്കേണ്ടത് കാലമാണ്. കലാകൗമുദി, സമകാലിക മലയാളം എന്നീ പ്രസിദ്ധീകരണങ്ങളിൽ പ്രവർത്തിച്ചിരുന്ന കാലത്ത് ബന്ധപ്പെടാൻ സാധിച്ചവരിൽ പലരുമായി ഗാഢബന്ധം സാധിക്കാനായതിൽ നിന്നുണ്ടായതാണ് ഈ കുറിപ്പുകൾ. മനസ്സുകൾ തമ്മിലുള്ള ഇടപെടലുകളോ കൂട്ടിമുട്ടലുകളോ ആയാണ് ഞാൻ ഈ ബന്ധങ്ങളെ കണ്ടിരുന്നത്. പലപ്പോഴും അവരെ പലരെയും അസൂയപ്പെടുത്തുകയും മോഹിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒരിക്കലും അളക്കാൻ കഴിയാത്ത ആഴങ്ങളുള്ളവരായിരുന്നു അവരിൽ ഏറിയ പേരും. സ്നേഹം കലവറയില്ലാതെ അവർ എനിക്ക് നൽകിയതിന് പുറമെ ജീവിതത്തിൻ്റെ പവിത്രതയെപ്പറ്റി അവർ നിശബ്ദം ബോധ്യപ്പെടുത്തുകയും ചെയ്തു. ഈ വിധം രേഖപ്പെടുത്തേണ്ട എത്രയോ ഓർമ്മകൾ ഞാൻ ഭദ്രമായി സൂക്ഷിക്കുന്നുണ്ട്. അവയിൽ ചിലവയാണ് വായനക്കാരുമായി ഞാൻ പങ്കിടുന്നത്. ഈ പുസ്തകം അദ്ദേഹം സമർപ്പിച്ചിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുമായ മലയാളത്തിലെ പ്രശസ്ത കവിയുമായ ശ്രീ KG ശങ്കരപ്പിള്ളയ്ക്കാണ്.